നമസ്കാരം. ഇന്ന് 2024 ജൂലൈ 25 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. അർജുൻ അനാസ്ഥയുടെ ആഴങ്ങളിൽ. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പ് 10ാം നാളിലേക്ക്. അർജുൻ തിരിച്ചുവരുമെന്നതായിരുന്നു ഒരാഴ്ച വരെ നമ്മളെല്ലാം കരുതിയത്. ഉത്തര കന്നഡ ജില്ലയിൽ കാർവാർ അങ്കോളയ്ക്ക് 10 കിലോമീറ്റർ അപ്പുറം ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിലാണ് ഇപ്പോൾ അർജുന്റെ ട്രെക്കുള്ളത്. 16 രാവിലെ 8:30യോടെയാണ് ഷിരൂരിലെ ചായക്കടയും അവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങളും മണ്ണിടിച്ചിലിൽ ഒന്നാകെ ഗംഗാവലിപ്പുഴയിൽ പതിച്ചത്. 7 പേരുടെ മൃതദേഹം 2 നാളത്തെ തിരച്ചിലിൽ 30 കിലോമീറ്റർ അകലെ നിന്ന് വരെ ലഭിച്ചു. മൊത്തം 11 പേരെ കാണാതായതിൽ 8 പേരുടെ മൃതദേഹം മാത്രമാണ് കരക്കടിഞ്ഞതിനാൽ മാത്രം കിട്ടിയത്. എഞ്ചിൻ ഭാഗം നഷ്ടപ്പെട്ട ഒരു ടാങ്കർ ലോറിയും കരക്കടിഞ്ഞു. മണ്ണിടിഞ്ഞുണ്ടായ തിരത്തളിൽ 50 മീറ്ററോളം അകലെയുള്ള പുഴയുടെ അക്കര ഭാഗത്തെ ഹനസൂർ എന്ന ഗ്രാമത്തിലെ 7 വീടും തകർന്നു. 2 പേർ ഒലിച്ചുപോയി. ഈ ഭീകര കാഴ്ചകളും ദുരന്തത്തിന്റെ വ്യാപ്തിയും പുറത്തെത്തിച്ചത് അപകടം നടന്ന 4ാം നാൾ ഷിരൂരിൽ എത്തിയ മലയാള മാധ്യമങ്ങളാണ്. അതുവരെ ഒഴുകിയവൻ ഒഴുകി പതുക്കെ തിരയാമെന്ന കടുത്ത ഉദാസീന നിലപാടിലായിരുന്നു കർണാടക സർക്കാർ. 18-ന് വിവരമറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കർണാടക സർക്കാരിനെ നിരന്തരം ബന്ധപ്പെട്ടു. അതോടെ 19-ന് രാവിലെ തിരച്ചിൽ എന്ന പേരിൽ 4 JCBയും കുറച്ച് ലോറികളും സ്ഥലത്തെത്തിച്ചു. അതിനിടയ്ക്ക് ലോറിയുടെ GPS സിഗ്നൽ കിട്ടി. അർജുന്റെ മൊബൈൽ ഫോൺ പ്രതികരിച്ചു തുടങ്ങിയ വാർത്തകളും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. അതോടെ കേരള മനസാക്ഷി ഒന്നാകെ അർജുനായി പ്രതികരിച്ചു തുടങ്ങി. ദുരന്തമുഖത്ത് ഗോൾഡൻ അവർ എന്നൊരു സംഗതിയുണ്ട്. അപകടം നടന്ന ആദ്യത്തെ സുവർണ നിമിഷങ്ങൾ. പരമാവധി ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ ലഭ്യമായ എല്ലാ വിദഗ്ധ സഹായവും എത്തിക്കുക എന്നതാണത്. കേരളത്തിന് അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ തൊട്ടു പറയാനുണ്ടല്ലോ. ഓഖി മുതൽ പ്രളയം വരെ, കവളപ്പാറ മുതൽ പുത്തമല വരെ എത്രയെത്ര പ്രകൃതി ദുരന്തങ്ങൾ താണ്ടിയവരാണ് നാം. ദുരന്ത വാർത്തകൾ പുറത്തറിയുന്ന നിമിഷം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശസ്തമായ ആഹ്വാനം പോലെ അപ്പോൾ നമ്മൾ ഒന്നിച്ചിറങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കാര്യത്തിലും അതുണ്ടാകണമെന്നതായിരുന്നു. പക്ഷേ ആ ഹതഭാഗ്യൻ വീണത് കേരളത്തിന് 300 കിലോമീറ്റർ അകലെയായിപ്പോയി. കൊടും അനാസ്ഥയുടെ മറ്റേതോ ലോകത്തായിപ്പോയി. അതിന്റെ ആഴങ്ങളിൽ അർജുനുണ്ട്. അവന്റെ ട്രെക്കുമുണ്ട്. കുടുംബവും സംസ്ഥാന സർക്കാരും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും സൈന്യം ഇറങ്ങിയത് 4ാം നാൾ കഴിഞ്ഞു മാത്രമാണ്. അപ്പോഴേക്കും കേരളത്തിൽ നിന്നും 150ഓളം രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി. അവർക്ക് അവിടെ കടക്കാൻ പറ്റാത്ത വിധം ബാരിക്കേഡ് തീർത്താണ് കർണാടക ചട്ടം പാലിച്ചത്. തർക്കമുണ്ടായപ്പോൾ അർജുന്റെ ട്രക്കുടമ മനോഫിനെയും രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഇസ്രയേലിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവം പോലും ഉണ്ടായി. കോഴിക്കോട് നിന്ന് എത്തിയ അർജുന്റെ ബന്ധുക്കൾ, ട്രക്കുടമ എന്നിവർ അങ്കോള പോലീസ് സ്റ്റേഷനിൽ 17 മുതൽ കയറിയിറങ്ങുന്നുണ്ട്. അങ്ങനെയൊരു ലോറിയേയില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. സംഭവത്തിൽ ഒരു FIR പോലും ഇട്ടത് 19-നാണ്. അതും കേരളത്തിന്റെ സമ്മർദ്ദം ശക്തമായപ്പോൾ മാത്രം. പിന്നീട് 19 മുതൽ തിരച്ചിൽ ആരംഭിച്ചപ്പോഴോ അതും ചട്ടപ്പടി. രാവിലെ 6:30 തുടങ്ങുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. മണ്ണുമാന്തി യന്ത്രവും മറ്റും എത്തി സജീവമാകുമ്പോൾ രാവിലെ 9 കഴിയും. രാത്രിയും തിരച്ചിൽ നടത്തുമെന്നാണ് സ്ഥലത്തെത്തിയ MK രാഘവൻ MP മാധ്യമങ്ങളെ അറിയിച്ചത്. ആ പറഞ്ഞ അന്ന് പോലും 7:30യോടെ കെട്ടിപ്പൂട്ടി അധികൃതർ മടങ്ങി. ലോകത്തെവിടെയും നിർണായക ഘട്ടത്തിൽ സമയം നോക്കി ചട്ടപ്പടി രക്ഷാപ്രവർത്തനം നടത്തിയ കേട്ടുകേൾവിയില്ല. സൂറത്തുങ്കൽ NIT വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന 2.5 മീറ്റർ മാത്രം സിഗ്നൽ കിട്ടുന്ന GPR ആണ് ആദ്യം എത്തിച്ചത്. സൈന്യം എത്തിയ 18 മുതൽ മാത്രമാണ് അല്പമെങ്കിലും ആധുനികമായ സംവിധാനങ്ങൾ എത്തിയത്. കാണാതായത് കേരള സർക്കാരിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണോ എന്നാണ് അവിടുത്തെ പോലീസും നാട്ടുകാരും ചോദിച്ചത്. അവർക്കറിയില്ലല്ലോ അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറും കേരളത്തിൽ VIP ആണെന്ന്. കേരളത്തിന്റെ സിസ്റ്റം അങ്ങനെയാണെന്ന്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.